ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ വേമ്പനാട്ടുകാർ വന്നിരിക്കുകയാണ് ചൂണ്ടയിടാനായിട്ട്. കക്ക കോർത്ത് കഴിച്ചുകൊണ്ടുണ്ട്. നമുക്ക് നോക്കാം വല്ല അടിക്കുകയോ ഇല്ല. ഇവിടെ എല്ലാം വലയുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്കില്ല വല കിടക്കുന്ന ഒത്തിരി സ്ഥലത്തെല്ലാം വലയുണ്ടായിരുന്നു. അത് കാരണം എങ്ങനെയാകുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നമുക്ക് നോക്കാം. അത് നമുക്കേ മീനെ അടുപ്പിക്കാനായിട്ടുള്ള പരിപാടി ഇതുണ്ടോ, പൊട്ടിക്കുക. നല്ല മഞ്ഞുണ്ട്. നമ്മുടെ ഈ പുറകെ കാണുന്നില്ല, അത് ചിത്രക്കാര ചിത്ര. വേമ്പനാട്ടുകാരല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്നത് കുമരകം ബോട്ടിയെട്ടൊക്കെ ആ ഭാഗത്താണ്. പിന്നെ ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുഹമ്മ, തണ്ണീർമുക്കം ആ റൂട്ടൊക്കെ പോകും. മുഹമ്മ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുമായിട്ട് വരും. കണ്ടോ, നല്ല മഞ്ഞുണ്ട്. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് പാതിരാമണ്ഡലം കാണാം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല, കാരണം മഞ്ഞുള്ളത് കാരണേ. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു മല പോലെ കാണാം. അതെ, നമ്മൾ ആദ്യത്തെ തീറ്റി ഇടാൻ പോവാണ്. കാണിച്ചു തരാം. നമ്മൾ കക്ക കോർക്കുന്നത് ഇത് കണ്ടോ, ഇത്ര ഇങ്ങനെ പൊക്കി വെക്കുക. എന്നിട്ട് ചൂണ്ടനെ എടുത്തിട്ട് ഇതുവഴി കയറ്റുക. എന്നിട്ട് നമ്മുടെ ഈ നാക്കില്ലേ, ഇത് കണ്ടോ, ഇത് നാക്ക ഇതേ ഇരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുമ്പോഴത്തേക്കിന് ചൂണ്ട അങ്ങ് തെറിച്ച് പോകും. കണ്ടോ, ഇതിപ്പോൾ ഈ നാക്ക കൊണ്ടിരിക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചൂണ്ട കോർക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ നൂല് വന്നിട്ട് 30 mm വേണം. ചൂണ്ട 16 നമ്പർ. 16 ഉപയോഗിക്കും, 15 ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്കിന് 16 ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോകും. കരുതാൻ പോകുന്നുണ്ട്, കരുതാൻ കണ്ടോ, നീന്തി പോകുന്നുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് നീന്തി കേട്ടോ, മുങ്ങി എവിടെയും പൊങ്ങും. ചൂണ്ട ആദ്യം ഇട്ടിട്ട് മണം അടിച്ചിട്ട് വരുമെന്ന് തോന്നുന്നു. പിന്നെ മുങ്ങി. നമ്മൾ അടുത്ത സ്ഥലത്തിട്ട് ആദ്യ സ്ഥലത്തിട്ടേ ഒന്നും കിട്ടിയില്ലായിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ നിന്നെല്ലാം അടിക്കുമെന്ന് നോക്കാം. അപ്പം കക്ക കോർക്കുന്നത് ഇത് കണ്ടത് നമ്മൾ പൊട്ടിച്ചിട്ടത് ഇത്ര തുറന്നാൽ മതി. അപ്പോൾ ബാലൻസ് തുറന്നോളും.
കണ്ടോ. എന്നിട്ട് ചൂണ്ട അകത്തു കൂടെ കയറ്റുക. നമ്മുടെ ഈ നാക്കുണ്ടല്ലോ, അതേ ഈ നാക്ക ഇരിക്കണം. ഇതുണ്ട്, ഈ നാക്ക ഇരിക്കണം. കാണാവാ, ഈ നാക്ക ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുമ്പോഴത്തേക്കിനും ചൂണ്ട പോരും. പിന്നെ ഈ തോടിരുന്നില്ലെന്നുണ്ടെങ്കിൽ ചൂണ്ട താഴാൻ താമസമായിരിക്കും. ചൂണ്ട താന്നില്ലെന്നുണ്ടെങ്കിൽ പരല് ഉണ്ടെങ്കിൽ പരല് കയറി അടിക്കും. പിന്നെ നമുക്ക് കരിമീനൊന്നും കിട്ടത്തില്ല. പരല് വേണം, എങ്കിലും പരല് അധികമായിട്ട് കൂടുതലും പരല് തിന്നുകൊണ്ട് പോകും. അപ്പം നമ്മൾ ഈ കക്കയുടെ തോടുമായിട്ടാണ് ഇടുന്നത്. കണ്ടോ, ഇങ്ങനെ ഇടുന്നത്. ഈ ശകലം കൂടെ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത്ര മതി. അവൻ കൊത്തി ബാലൻസ് എടുത്തോളും. നമുക്ക് നോക്കാം. ഇതുകൊണ്ട് പരലാന്ന് തോന്നുന്നു. അതിൻ്റെ വരവ് കണ്ടിട്ട് പരല. കുറുവാപ്പരല് ആദ്യം കിട്ടിയത്. കിടക്കട്ടെ, ആദ്യം കിട്ടിയതല്ലേ. അവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ ചൂണ്ട വലിക്കും. ചിലപ്പം അതേ കയറി ഉടക്കി. അതുകൊണ്ട് ഇത് കരിയും വെള്ളത്തിയ വലിയ അടിപൊളി സാധനം. കണ്ടോ, വര കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കണ്ടോ, അടിപൊളി സാധനം. ഉണ്ട് പരല് കുരുവ, അതും കുരുവ. ഇത് നമുക്ക് കുറുവായാണോ?
അതുകൊണ്ട് കരിയമ്പള്ളത്തിയാണ്. കരിയമ്പള്ളത്തിയാടേ അവിടെ എന്താ കിട്ടി അതേ സെയിം സാധനം എന്താ മൊത്തം ഉരുക്കുവൻ. രണ്ട് കരിയമ്പള്ളത്തി, രണ്ട് ഉരുവ. അവിടെ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തു. അയ്യോ പയ്യ ഇത് വേണ്ട. ഇത്രയും പൊട്ടിച്ചിട്ട് ഇത്രയും പൊട്ടിച്ചാൽ മതി. പൊട്ടിച്ചിട്ട് വേണ്ട ഇങ്ങനെ എടുത്ത് നമ്മൾ എന്നിട്ട് ഇതിനകത്ത് കൂടെ കയറ്റി നമ്മുടെ ഈ നാക്കയില്ല കണ്ടോ, ഈ നാക്ക ഇതിലിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ട എറിയുമ്പോൾ ഉറപ്പായിട്ടും പോകും. അതുകൊണ്ട് ഇന്ന് ആണെന്നറിയത്തില്ല. പല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അടുത്ത് ഇത് പല്ല്. മറ്റേ രണ്ട് കുറുവായിരുന്നു. ആ കിടക്കട്ടായാലും നമുക്ക് കിട്ടുകയല്ലെങ്കിൽ കളയുന്നില്ല. അടുത്ത് നമുക്ക് കരിമീനായിരിക്കും അല്ലേ? അതെ. ഉണ്ട് 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 ഉണ്ട്. അത് പല്ല 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 ഇത് കുറുവായ രണ്ട് കരിയുമ്പോഴൊക്കെ ഉള്ളായിരുന്നു. നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റി. അടുത്തോണ്ട് എന്തോ ഉണ്ട് പല്ലാന്ന് തോന്നുന്നു. അതും പല്ലാണ് അതിൻ്റെ പൂക്കം കിട്ടും. ഈ പല്ല് ഇത് മൊത്തം പല്ലാണല്ലോ ദൈവമായ. കൂട്ടുകാർ നമുക്കിത് അടുത്ത സ്ഥലത്തോട്ട് മാറിയിരിക്കാം. നമുക്കൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയ മീനാണ് ഇതുണ്ട്. അടുത്ത സ്ഥലത്ത് നിന്ന് കിട്ടിയ രണ്ട് കരിമീൻ വള്ളത്തിൽ രണ്ട് കരിമീൻ, അഞ്ചാറ് കുറുവായും 10 ഇട്ടുണ്ടാകും. ഇതൊന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറുവായും ഇവിടെ അധികം കിട്ടിയ കരിമീൻ അടിപൊളി സാധനം. അതുകൊണ്ട് നമ്മുടെ അങ്കൂരം എടുക്കട്ടെ.
ഇത് കണ്ടോ കൂട്ടുകാരെ, ഒരു മരം നിൽക്കുന്നുണ്ടോ? ചിത്രക്കാരൻ്റെ വണ്ടേ നിൽക്കുന്ന മരമാണ്, ഇലയൊന്നുമില്ല, കാണാൻ നല്ല രസമുണ്ടല്ലേ. അടുത്ത സ്ഥലത്ത് വന്നു വരലായി. ഉണ്ട്. ഓ, ഇതും കുരുവായാണോ? എന്താ ദൈവമേ, മൊത്തം കുരുവാണല്ലോ ഇന്ന് നമുക്ക്. കരിമീൻ തപ്പി വന്നിട്ട് കുരുവായാണല്ലോ. അയ്യോ, വരുന്നില്ല, കാണുന്നില്ല. ഓ, 3 വരച്ചേ, 3 ഉണ്ട്. 3 പരലാണ് കേട്ടോ, മൊത്തം കുരുവായ. ഇതും കുരുവായ. കരിമീനാണത്, കരിമീൻ പള്ളത്തിയാണത്. കണ്ടോ, കൂട്ടുകാരത്തെ നമുക്ക് കിട്ടിയ മീനാണ്. 3 കരിമീൻ വെള്ളത്തിൽ പിന്നെ എല്ലാം കുറുവായത്. അപ്പം നമ്മൾ നിർത്തി പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ മീൻ ശരിക്ക് കാണിക്കാം. ഇത് കണ്ട, കിട്ടിയ കരിമീൻ വെള്ളത്തിൽ അടിപൊളി സാധനമാണ്, പിന്നെ കുറുവായ കൂടുതലും. കണ്ടോ, നമുക്ക് നേരെ പോയേക്കാം. ചെന്നിട്ട് നമുക്ക് ചെന്നിട്ട് കാണിക്കാം. ഇത് കിട്ടിയ മീനാണിത്. കണ്ടോ കണ്ടോ, കരിമീൻ 3 കരിമീനേ ഉള്ളൂ, പിന്നെ മൊത്തം കുറുവയായിരുന്നു. ഇതുണ്ടോ, കരിമീനൊന്നും ചത്തിട്ടില്ല, പക്ഷെ കുറുവ എല്ലാം ചത്ത്. അത് പെട്ടെന്ന് ചാകുന്ന സാധനമല്ലേ. ഇതുണ്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ.